വെൽക്കം ടു നിഫിം വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയാണ്. നമ്മുടെ അമീനിക്കയുടെ കൂടിയാണ്. അമീനിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും, അതായത് നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി എല്ലാ സാധനം, ഗോപ്രോ, നമ്മുടെ ലാപ്ടോപ്പ്, ഇപ്പോൾ അടുത്ത ഗാഡ്ജറ്റ്, അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് നമ്മുടെ ഇക്ക തന്നെയാണ് എത്തിച്ചെന്നിരിക്കുന്നത് ഇവിടേക്ക്. അപ്പോൾ ഇക്ക അത് എനിക്ക് തരാമെന്നുള്ളത് ഇത് കണ്ട, ഇതാണ് സംഭവം. വലിയൊരു പെട്ടിയും സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പൊ ഇതിന്റെ അൺബോക്സിങ്ങിലേക്ക് പോയാലോ? പോവാം. ഇതാണ് നമ്മുടെ ഐറ്റം അൺബോക്സിങ് ചെയ്യാൻ പോയത്. അൺബോക്സിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. DJI Mavic Mini. ഇത് കോംബോ ആണ് കേട്ടോ. മാവിക് മിനി കോംബോ ആണ്. ഞാൻ വീട്ടിലേക്കും കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. ഇതേ നമ്മുടെ ഇത് ഡ്രോൺ. ഇതിൻ്റെ ഈ ലീഫ് സെപ്പറേറ്റ് കിട്ടും കേട്ടോ. 4 ലീഫിൻ്റെ ഇത് സെപ്പറേറ്റ് കിട്ടും. പിന്നെ ഇത് നമ്മുടെ ചാർജർ, 3 ബാറ്ററി, ചാർജർ അല്ല ബാറ്ററി 3 ഉണ്ട്, റിമോട്ട്, പിന്നെ ചാർജിങ് കേബിള്. ഇത് ഐഫോണിൻ്റെ കേബിള് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ, അതായത് റിമോട്ടിൽ നിന്ന് ഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഐഫോൺ കേബിള്. ഇതും C ടൈപ്പ് ഉണ്ട്, പിന്നെ സാധാ ടൈപ്പ് ഉണ്ട്. അങ്ങനെയാണ് ഇത് കോംബോ ആയിട്ട് വരുന്നത്. 3 ബാറ്ററി, ഒരു ബാറ്ററി അരമണിക്കൂർ വെച്ച് ഫ്ലൈ ചെയ്യും. 3 hours ഇത് ചെയ്യണം, ഇത് ചാർജ് ചെയ്യണം. പിന്നെ ഇത് അത്യാവശ്യത്തിന് ചാർജ് ചെയ്യണം. ഇത് എത്ര മണിക്കൂറാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് എടുത്താലോ, പൊളിക്കാം. ഇതേ റിമോട്ടിലാണ് കാര്യങ്ങളുള്ളത്. റിമോട്ടിൽ ഇതിൽ സെറ്റപ്പ് ചെയ്യണം, കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യണം. ഇതിൻ്റെ ശരിക്കുള്ള റിവ്യൂക്കും നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും. ഞാൻ ശരിക്കുള്ള റിവ്യൂ ഒന്നും പറയുന്നില്ല, കാരണം ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കുറേ പേര് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞുതരാം, സെറ്റപ്പ് ആക്കി തരാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിൽ നമ്മൾ ഈ റിമോട്ടിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. DJI Fly എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. അത് നമ്മുടെ iOS കിട്ടും, ആൻഡ്രോയിഡിൽ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യണം. അതെല്ലാവർക്കും അറിയാം. ഡൗൺലോഡ് ചെയ്യുന്നത് സിമ്പിളാണ്. നമ്മുടെ ഏതാണ് ഡ്രോൺ എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക, കണക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇതെല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവർക്കും പേടിയുണ്ടാവും. ഇത് വലിക്കാൻ പൊട്ടത്തൊന്നുമില്ല. ഇവിടെ നിന്നില്ലേ റിമോട്ടിൽ നിന്ന് ഇങ്ങനെ വലിക്കുക, ഒരെണ്ണം വലിക്കുക, ഇതും വലിക്കുക. ഇതിൻ്റെ ഇടയിൽ സ്വിച്ച് ഉണ്ടാവും, അത് ഇവിടെ വയ്ക്കുക നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇത് 2 നമുക്ക് സെപ്പറേറ്റ് കിട്ടും, കോംബോയിൽ സെപ്പറേറ്റ് കിട്ടും. ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണ് ഇതിൽ വയ്ക്കാം. ഫോൺ ഇങ്ങനെ വെച്ചാൽ മതി. പ്രശ്നം തീർന്നു, പരിപാടി കഴിഞ്ഞു. ഫോൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നേരത്തെ കേബിളൊന്ന് സെറ്റ് ചെയ്താൽ മതി. അതെ, ഈ കേബിൾ കണ്ടില്ലേ, ഈ കേബിൾ ആദ്യം തന്നെ ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം നമുക്ക്. ഇതിവിടെ കണക്ട് ചെയ്യാം. ഈ സാധനം ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ അതെ, ഇത് സെറ്റ് ചെയ്തു കേട്ടോ. ഇവിടെ കണക്ട് ചെയ്താൽ മതി. അത് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ അത് കുറച്ചല്ല, എളുപ്പമാണ്. ഇത് സെറ്റ് ചെയ്യും. ഇനി നമുക്ക് നമ്മളെ ഡ്രോൺ എടുക്കാം. ഇതാണ് നമ്മുടെ ഡ്രോൺ. നമുക്ക് ഓരോ ഭാഗം തുറക്കാം. ഇതിങ്ങനെ ഒന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, 1 2 ലിഫ്റ്റ് ചെയ്യണം. പിന്നെ ഇങ്ങനെ ഓരോ സൈഡ് എഴുതിയിട്ടുണ്ട് 3 4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഡ്രോൺ. ഇത് കണ്ട, 249 ഗ്രാമുള്ളൂ. 250 ഗ്രാമിന് മുകളിലുള്ളതിന് എല്ലാത്തിനും ലൈസൻസ് വേണം. ഇതിന് നമുക്ക് ലൈസൻസ് വേണ്ട, എവിടെ വേണമെങ്കിലും പറത്താം. അപ്പോൾ നമുക്ക് ബാറ്ററി എടുക്കാം. അപ്പോൾ അതെ, ബാറ്ററി നമുക്ക് ഒരെണ്ണം ഫുൾ ചാർജ് ആക്കി വെച്ചേക്കാം. ഫുൾ സെറ്റപ്പ് ആക്കി ചാർജ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബാറ്ററി ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഇവിടെ വെച്ചു. ബാറ്ററി ഇടുന്ന ഏരിയ ഇതാട്ടോ. ഇവിടുന്ന് വലിച്ചാൽ മതി, വെറുതെ വലിച്ചാൽ മതി. ഇങ്ങനെ വയ്ക്കുക. ഇതാണ് ബാറ്ററി ടൈജ്. ഇത് ജസ്റ്റ് ഇവിടെ വേണ്ട ടക്കെന്ന് അമർത്തുമ്പോൾ സാധനം ഇതാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ക്ലിക്ക് ഒന്നുകൂടി അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഓണാവും. അത് ഓണാക്കണൊക്കെ മുമ്പ് ഒരു കാര്യം പറയണം. ഇതിന് എത്ര രൂപയാണെന്ന് എല്ലാവരും വിചാരിക്കണ്ടാവും. ഇതിന് 1700 ദർഹംസ് ആയിട്ടുള്ള, അതായത് നാട്ടിലെ 34,000 രൂപ. നാട്ടിൽ ഇത് കോംബോക്ക് എത്ര രൂപ വരുന്നതെന്ന് അറിയാം. ഓൺലൈനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ ഞാൻ കണ്ടപ്പോൾ 78,000 രൂപയായിരുന്നു. 78,000 ആയിരുന്നു ഇതിൻ്റെ കോംബോക്കുള്ള പ്രൈസ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര അധികമാണ് ഇവർ നമ്മുടെ ഇത് കാണിക്കുന്നത്. ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് നല്ല രീതിയിൽ ഒരു സാധാരണക്കാരന് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ പ്രൈസ് പുറത്തുള്ളവന് മാത്രമേ അഫോർഡ് ചെയ്യൂ. ഇതെല്ലാവരും ഒരു ആഗ്രഹം തന്നെയാണ്.
ഓരോ ക്യാമറ ലവേഴ്സിൻ്റെയും യൂട്യൂബേഴ്സിൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം മിക്കവരും എന്താ ചെയ്യുക, ഇത് പുറത്തുനിന്ന് വാങ്ങിക്കും. എയർപോർട്ടിൽ പിടിക്കത്തൊന്നുമില്ല, കാരണം ഇത് 249 ഗ്രാമുള്ള ഇത് ടോയ് ഡ്രോൺ എന്ന് പറയാം. അതുകൊണ്ട് എയർപോർട്ടിലൊന്നും പിടിക്കത്തൊന്നുമില്ല. പക്ഷേ ഇതൊരു ആഗ്രഹമാണ്, മനസ്സിലായില്ലേ, എല്ലാവരുടെ ആഗ്രഹമാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രൈസ് കുറയ്ക്കും. ഇന്ത്യയിലേക്ക് പ്രൈസ് കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങിക്കും. ഗൾഫിൽ 5% ടാക്സ് പിടിച്ചിട്ടാണ് സാധനം വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പറക്കണയിലേക്ക് കിടക്കാം, ചടങ്ങിലേക്ക്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ഇതേ 1 2 ഈ സംഭവമില്ലേ, അതായത് നമ്മുടെ ഡ്രോണിൻ്റെ ഈ സംഭവം, ഈ ഫ്രണ്ടിലത്തെ ബോക്സ് അതൊന്ന് ഊരണം കേട്ടോ. ഇങ്ങനെ ഊരണം, എന്നാലേ സ്റ്റെബിലൈസേഷൻ കിട്ടുള്ളൂ. ആദ്യം ഞങ്ങൾ പറത്തിയപ്പോൾ അത് ഊരി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സ്റ്റെബിലൈസേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഊരി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കൃത്യ മെക്കാനിസം മനസ്സിലായത്. അതുകൂടി ഞാൻ പറയാം കേട്ടോ. കണ്ടോ, ഓണായി. ഇനി നമുക്ക് ഇതിൻ്റെ ആദ്യം പ്രൊട്ടക്ഷൻ വീലിടാം. ഇതിന് പ്രൊട്ടക്ഷൻ വീലുണ്ടോ ഓരോന്ന്, ഇത് നമുക്കിടാം ഓരോന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്കും എക്സ്പേർട്ട് അല്ല ഈ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ഷൻ വീലിടാം. ഇത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിൽ പ്രൊട്ടക്ഷൻ വീലും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനം ടേക്ക് ഓഫിന് വേണ്ടി നമുക്കൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ വെച്ചിട്ട് ഇതിൽ വെക്കാം. ടേക്ക് ഓഫ് ഇവിടെ വെക്കാം. ഇത് വൈക്കോലാട്ടോ, വേറെ ഒന്നും ചിന്തിക്കല്. വൈക്കോല് ഉണങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ടേക്ക് ഓഫിന് വേണ്ടി ഇവിടെ വെക്കാം സാധനം. ഇനി മൊത്തം സെറ്റപ്പ് നമ്മുടെ റിമോട്ടില്ല. നമുക്ക് ഫോൺ ഓണാക്കാം. നമ്മുടെ ഇതിലേക്ക് കാണിക്കുക. ആദ്യം തന്നെ ഈ സാധനമില്ലേ, ഇതിങ്ങനെ എടുത്ത് ഇതിങ്ങനെ ആക്കാം. എന്നിട്ട് നമുക്കിതേ ഈ സാധനമില്ലേ 2 അമർത്താം. ഓണായി. ഇനി കണ്ടില്ലേ, ഇനി കണക്റ്റ് ഇവിടെ എയർപോർട്ട് നമ്മുടെ മാവിക്ക് സ്റ്റാർട്ട് ഫ്ലൈ. സേഫ്റ്റി ചെക്ക് ഓക്കെ നടത്തി സ്റ്റാർട്ട് ചെയ്യുക. സാധനം വന്നിട്ടുണ്ട്, കണ്ടോ സാധനം വന്നിട്ട്. ഇത് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫ്ലൈ കിട്ടും. ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സാധനം ഇതിങ്ങനെ ആക്കിയാൽ മതി. ടേക്ക് ഓഫായി. അപ്പോൾ ഇത് സാധനം പറക്കാൻ പോവാ. അവിടെ ഉണ്ട്. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോവും, സൈഡിലേക്ക്, ഇത് ഈ സൈഡിലേക്ക്. സാധനം താഴെന്ത് ഇത് മുകളിലേക്ക്. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ കറങ്ങും. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ലാൻഡ് ചെയ്യാം. ലാൻഡിങ്ങിന് ഈ എച്ച് മാത്രം നിൽക്കാൻ മതി. ലാൻഡ് ലോ ബാറ്ററി. ലാൻഡ് ചെയ്തോ ലോ ബാറ്ററി. ഇത് എച്ച് നിൽക്കി പിടിച്ചു. ലാൻഡായി. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ കുറേ മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചു. അതിൻ്റെ ഫ്രണ്ടിലത്തെ ക്യാപ്പ് ഒന്നും ഊരി ഉണ്ടായിരുന്നില്ല ആദ്യം ഫ്ലൈ ചെയ്തപ്പോൾ. പിന്നെ അത് ഊരി ഇങ്ങനെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഫ്ലൈ ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഇന്ത്യൻ യാത്ര ജാനുവരിയിലേക്ക് മാറ്റി. കാരണം എൻ്റെ ഡിസംബറിലത്തെ എക്സാം 22-ാം തീയതി എക്സാം തീരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അത് ജാനുവരിയിലേക്ക് മാറ്റി. അപ്പോൾ ജാനുവരി ലാസ്റ്റ് നമ്മുടെ ഇന്ത്യൻ യാത്ര പോകും ഒരു 2 മാസത്തേക്ക്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് CCOK എന്ന് പറഞ്ഞിട്ട്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള. അതിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു.
നമ്മുടെ ഇവിടെ വെച്ചായിരുന്നു കുമരകം അബാദിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ മീറ്റപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി 2 ദിവസത്തെ ഇതായിരുന്നു, ശനി ഞായറായിരുന്നു. നമ്മുടെ ഈ ഡ്രോൺ കൊട്ടാരക്കാരെ എടുക്കാൻ പോയിപ്പോൾ തിരിച്ച് ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു. എല്ലാം കുറേ ഒട്ടുമിക്ക യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റി, സ്പെൻഡ് ചെയ്യാൻ പറ്റി, എല്ലാവരും സിമ്പിൾ തന്നെയാണ്. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ കാണിക്കും, കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാലക്കുടി കാരണമാകുക. ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരം വൈകി അതിൻ്റെ ഉള്ളിലാണ് പരിപാടി. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പെട്ടെന്ന് പോകട്ടെ ഇവിടുന്ന്. കണ്ട ആരും സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. CC ഓക്കെ. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള. വെൽക്കം. ഞാനും വെൽക്കം ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പരിപാടി. ആനന്ദം എന്നാണ് പരിപാടിയുടെ പേര്. സെറ്റപ്പാണ്. എടുക്കണം. മെമ്മറി ടാക്സ് നൽകുന്നൊരു ഗിഫ്റ്റാണ്. ഈ സോളാറിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റൊക്കെയാണ്, ഗാർഡനിലൊക്കെ വെക്കാം.